ആമ്പക്കാടൻ കപ്പയ്ക്ക് ചുറ്റും ഇടവിളയായിട്ട് നട്ടിട്ടുള്ള ചീരയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ചീര സാമാന്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പിന്നെ നട്ടിട്ട് ഏകദേശം 25 ദിവസമേ ആയിട്ടുള്ളൂ. സാമാന്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അതിന് വളമായിട്ട് ഞാൻ കൊടുത്തത് ചാണകവും എല്ലുപൊടിയും കലർത്തിയ മിശ്രിതവും അതോടൊപ്പം കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളിവെള്ളവും ധാരാളം വെള്ളം ചേർത്തിട്ട് അതും ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കപ്പയ്ക്കും അത് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. നല്ല വളർച്ചയുണ്ട് ആമ്പക്കാടൻ ഇനത്തിൽപ്പെട്ട ഈ കപ്പയ്ക്ക്. പല തരത്തിലുള്ള വലിപ്പത്തിലുള്ള ചീരത്തൈകളാണ് നട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം നമ്മൾക്ക് അത് പല സമയത്ത് തന്നെ പറിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇലയുടെ കനം കൊണ്ട് ചിലതൊക്കെ വളഞ്ഞ് വീണുപോയതായും കാണുന്നുണ്ട്. സാമാന്യം നല്ല രീതിയിൽ ഇതിൻ്റെ വളപ്രയോഗം നടത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഇടവിള കപ്പയ്ക്ക് വളരെ ഉപകാരപ്രദവും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കറി വെക്കാനുള്ള ചീരയും ലഭിക്കുന്നതിനാണ്. അത് പ്രത്യേകിച്ച് അതിന് ഒരു പ്രത്യേക മുടക്കൊന്നും നമുക്കില്ല. ഈ കപ്പക്കൂടം വെട്ടി കപ്പക്കൊള്ളി നടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചീരയും നട്ടാൽ കപ്പയ്ക്കും നല്ലതാണ്, അതുപോലെ തന്നെ ചീരയ്ക്കും നല്ലതാണ്. കപ്പ പറിച്ചെടുക്കാനായിട്ട് വളർന്നു വരാനായിട്ട് കുറച്ചധികം നാൾ താമസമുള്ളതുകൊണ്ട് ഈ ചീര കപ്പയ്ക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും ചെയ്യുന്നതല്ല.